രാവിലെ എണീറ്റ് വന്നപ്പോൾ മുറ്റത്ത് നല്ല തണുപ്പായിരുന്നു കേട്ടോ. കോട ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന സൗണ്ടൊക്കെ നമുക്ക് നേരെ കേൾക്കാം. അപ്പോൾ വെയിലൊന്നും വരാൻ തുടങ്ങിയില്ല, നല്ല തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞാപ്പി എണീറ്റ് വന്നു. അപ്പം അവൻ വന്നപ്പോൾ നമ്മൾ ഇന്നലെ എടുത്ത് വെച്ചൊരു പാള ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവനെ കുറച്ച് സമയം പാള വണ്ടിയിൽ ഓടിച്ചു കേട്ടോ. പിന്നെ എന്നെയും കുഞ്ഞാപ്പിനെ ഓടിക്കാൻ വേണ്ടി ആരും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഞാനും കുഞ്ഞാപ്പിയും കുറച്ച് സമയം അതിലിരുന്നിട്ട് കുറേ സമയം സംസാരിച്ചുകൊണ്ടിരുന്നു. അവൻ എന്നെ അധികം കാണാറൊന്നുമില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ എങ്കിലും വരുമ്പോഴേ അങ്ങനെ കാണാറുള്ളൂ. എന്നാലും ഞാനും കുഞ്ഞാപ്പിയും ഇപ്പോൾ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. എപ്പോഴും ഞാൻ വരുമ്പോൾ എനിക്ക് എവിടെയെങ്കിലും പോകാനുണ്ടാവും. അപ്പം അതുപോലെ തന്നെ ഇന്ന് ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, തറവാട്ടിൽ പോകാനുണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടി ഞങ്ങളെല്ലാവരും കൂടെ ഒരുങ്ങിയിട്ട് പോവാം. എല്ലാരെയും കാണുന്നുണ്ട്. ഞാനും അമ്മയും എൻ്റെ ചേച്ചിയും പിന്നെ എൻ്റെ ഇളയമ്മയുടെ മോളുണ്ട് ധന്യേച്ചിയും കൂടിയാണ് കേട്ടോ പോകുന്നത്. പിന്നെ നമ്മുടെ കുട്ടികളുണ്ട്, കണ്ണനുണ്ട്, പാച്ചുണ്ട്, കുഞ്ഞൂട്ടനുണ്ട്, പിന്നെ കുഞ്ഞാപ്പിയുണ്ട്. കുഞ്ഞാപ്പിയുടെ അമ്മ വന്നില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞാപ്പിനെ ഞങ്ങൾ കൂട്ടി, ഞങ്ങളുടെ കൂടെ കൂട്ടി. അല്ലെങ്കിൽ അവൾക്കിങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അപ്പോൾ അവൾക്ക് എന്തെങ്കിലും പണിയെടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് കുഞ്ഞാപ്പീനെ കൂട്ടി കേട്ടോ. പിന്നെ ഏട്ടന്മാരൊക്കെ ഉള്ളതുകൊണ്ട് അവൻ എന്തായാലും നേരെ ഉണ്ടാവും, കളിക്കാനൊക്കെ നല്ലതല്ലേ, അങ്ങനെ വിചാരിച്ചിട്ട് അവനെയും കൂടെ കൂട്ടിയിട്ടോ. അപ്പോൾ അത് അവനൊരു സന്തോഷം കൂടിയാണ്. നല്ല സന്തോഷം ഉണ്ടായിരുന്നു. കുഞ്ഞാപ്പിക്ക് പോകുമ്പോൾ ഒന്നും ഒരു പ്രശ്നമില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് നമ്മൾ വണ്ടി ഇറങ്ങിയിട്ട് കുറച്ച് നടന്ന് നിൽക്കണം കേട്ടോ. കുറേ വർഷം കൂടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പം എനിക്കറിവുള്ള സമയത്ത് ആകെ ഒരിക്കൽ മാത്രമേ ഇവിടെ തെയ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ തറവാട്, പള്ളിയറ വരുന്നത്. ചൊറക്കടൻ തറവാട് എന്നാണ് കേട്ടോ ഇതിനെ പറയാം. അപ്പം ഞാൻ 9ൽ പഠിക്കുന്ന ആ ഒരു 9 കഴിഞ്ഞ് 10ാം ക്ലാസ്സിലേക്ക് വരുന്ന ആ ഒരു വെക്കേഷൻ ടൈമിലായിരുന്നു കേട്ടോ ഇവിടെ തെയ്യം ഉണ്ടായിരുന്നത്. അതിന് ശേഷം ഇപ്പോഴാണ് ആ 9ൽ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം 2010, 11 ആ ഒരു ടൈമിലായിരിക്കും ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ആ പണ്ട് കണ്ട ആ ഒരു ഇതേ അല്ല കേട്ടോ, പണ്ട് കണ്ട പോലെയല്ല ഇപ്പോൾ. ആകെ മാറിയ പോലെ തോന്നുന്നു. വന്നിട്ടായിരിക്കും, വന്നിട്ടൊന്നുമില്ലല്ലോ അങ്ങനെ. അപ്പോൾ അതുണ്ടായിരിക്കും. ഇപ്പോൾ വന്നെത്തിയപ്പോൾ തന്നെ എല്ലാവരും പ്രാർത്ഥിച്ച്, കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം. അവരാദ്യമായിട്ടല്ലേ ഇങ്ങനെ വരുന്നത്. പിന്നെ കുഞ്ഞൂട്ടൻ വരുമ്പോൾ തറവാട് തറവാട് എന്ന് പറയുമ്പോൾ ഭയങ്കര എന്തൊക്കെയോ പ്രതീക്ഷിച്ചിട്ടായിരുന്നു വന്നത്. നമുക്കറിയാം നമ്മുടെ പള്ളിയാറിലാണ് നമ്മൾ പോകുന്നതെന്ന്. അങ്ങനെ ഞാനും പ്രാർത്ഥിച്ചു. ഇവിടെ കുറേ വർഷമായി. അതിന് ശേഷം നമ്മളിവിടെ തെയ്യം നടത്തിയിട്ടേ ഇല്ല കേട്ടോ. ഇത് ഗുളികൻ്റെ ഇതാണ് കേട്ടോ. ഗുളികൻ്റെ എന്താ കാവ് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമാണ്. ഗുളികൻ തെയ്യം അവിടെ നിന്നാണ് കെട്ടിയിട്ട് വരുന്നത് ഇങ്ങോട്ട്. അപ്പോൾ നമ്മൾ കുറേ വർഷമായി ഇവിടെ തെയ്യം നടത്താതെ. അപ്പോൾ ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തെയ്യം ഒന്നുകിൽ ഈ വർഷം നടത്തണം, അല്ലെങ്കിൽ അടുത്ത് തന്നെ നടത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത്. പിന്നെ ഈ പള്ളിയാറൊന്ന് പുതുക്കി പണിയണം. ഇത് പഴയ മോഡലിൽ അന്നുള്ള ആ ഒരു ടൈമിൽ കെട്ടിയ അതുപോലെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് പുതിയ പള്ളിയറ കെട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത്. അപ്പം ഞങ്ങൾ വരുന്ന സമയത്ത് അങ്ങനെ അധികം ആരും വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നെ ആ പള്ളിയറയുടെ നമ്മൾ പോകുന്ന സൈഡിൽ തന്നെ വലിയൊരു പുളിമരം ഉണ്ട് കേട്ടോ. അതിൽ കുഞ്ഞു കുഞ്ഞു പുളികളൊക്കെ ഇങ്ങനെ വീണിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പെറുക്കിയെടുത്തു. എനിക്ക് പിന്നെ ഈ എന്തെങ്കിലും ഈ പുളി അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനത് പെറുക്കിയെടുത്തിട്ട് കുട്ടികൾക്കും കൂടെ കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാനതൊക്കെ പെറുക്കിയെടുത്തു. ഒരു വലിയ പുളിമരമുണ്ട്, ചെറിയ ചെറിയ പുളി കിട്ടിയിട്ടോ. എല്ലാവരും ഇവിടെ ഇരുന്നിട്ടുണ്ട്. പിള്ളേർക്ക് വന്നപ്പോൾ തന്നെ ബിസ്ക്കറ്റ് കിട്ടിയുണ്ട്, അവർ സൈഡായി. 2 പുളി കിട്ടി, ഒന്ന് കുഞ്ഞൂട്ടന്. അപ്പം എനിക്ക് ബിസ്ക്കറ്റ് തരേണ്ടി വരും. കുഞ്ഞാപ്പിക്ക് വേണോ? കുഞ്ഞാപ്പി നോക്കട്ടെ, ഞാൻ തിന്ന് നോക്കുന്നു. പകലൊളി മായുമ്പോൾ
ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളായിരിക്കും ഏറ്റവും ലാസ്റ്റ് എത്താമെന്ന്. കാരണം ഈ കുട്ടികളൊക്കെ ഒരുക്കി വരുമ്പോഴത്തേക്ക് ഒരു ടൈം എടുക്കുമല്ലോ. ഞങ്ങളൊരു 10 മണി കഴിയുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇവിടെ വന്നപ്പോൾ ആരും എത്തിയിട്ടില്ല ഇവിടെ. പിന്നെ ഞങ്ങൾ കുറേ സമയം അവിടെ കുട്ടികൾക്ക് പിന്നെ ഇഷ്ടംപോലെ കളിക്കാൻ സ്ഥലമുള്ളതുകൊണ്ട് അവരടങ്ങി ഒതുങ്ങി നിന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്തു എല്ലാവരും വരാൻ വേണ്ടിയിട്ട്. പുള്ളി കിട്ടിയത് കൊണ്ട് കുഞ്ഞപ്പി വാ, അതാ ബസ് പോന്ന. പിന്നെ കുറേ സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ അടുത്തൊക്കെ ഞങ്ങളുടെ ബന്ധുക്കളാണ് കേട്ടോ, അമ്മേൻ്റെ ബന്ധുക്കളാണ് ഉള്ളത്. എന്നാൽ പിന്നെ അങ്ങോട്ടൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് അടുത്ത് തന്നെ ഉള്ള വീട്ടിലേക്ക് പോയി കേട്ടോ. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങും മണിക്കുരുന്നേ, കനവായി മിഴികളെ തഴുകാം ഞാൻ, ഉറങ്ങൂ നീ ഉറങ്ങൂ. ഇപ്പോഴും നല്ല ഉറവയുള്ള കിണറാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഇപ്പോൾ കുറേ ആയി ഇങ്ങനെയൊന്നും കാണാതെ, കിണർ പോലും കാണാറില്ല. കാരണം ഞങ്ങളുടെ നാട്ടിലൊന്നും കിണറൊന്നുമില്ല, അധികമൊന്നും കിണറൊന്നുമില്ല. 2-3 കിണറുണ്ട്. ഇപ്പോൾ പിന്നെ പൈപ്പും വെള്ളമായതുകൊണ്ട് അതൊന്നും കാണാനുമില്ല. പൈസത്തമ്പുളി. പിന്നെ അവിടെയുള്ള ചാമ്പങ്ങ മരത്തിലായിരുന്നു കേട്ടോ ഞങ്ങളുടെ കണ്ണ്. ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു പറിച്ചോ, ഇവിടെ ആരും പറിക്കാറൊന്നുമില്ല. അങ്ങനെ ഞങ്ങളും കുട്ടികളും കൂടിയിട്ട് കുറേ ചാമ്പങ്ങ പറിച്ചു കേട്ടോ. അവർക്ക് എന്തോ സ്വർഗം കിട്ടിയ പോലെയായിരുന്നു. ഇവിടെ വന്നിട്ട് ഇത്രയും ലാവിഷായിട്ട് കളിക്കാൻ പറ്റുമെന്നൊന്നും അവർ വിചാരിച്ചില്ല കേട്ടോ. നമുക്കിവിടെ വീഡിയോ എടുക്കാൻ സമയമല്ലോ കേട്ടോ. അതന്നെ വെള്ളം. പിന്നെ കുറച്ച് ഞങ്ങൾ അവിടെ നിന്ന് തിന്നിട്ട് ബാക്കിയുള്ള നമ്മൾ കവറിൽ തന്നെ പിടിച്ചു കേട്ടോ, കുട്ടികളല്ലേ, അപ്പോൾ അവരെന്തായാലും ചോദിക്കും. അപ്പം അങ്ങനെ ഞങ്ങൾ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്നു. കഴിഞ്ഞ ആഴ്ച വന്നിട്ടില്ല, അതിന് മുന്നത്തെ ആഴ്ച വന്നിട്ട് പോയത്. ഇവിടെ വല്യമ്മ ഉണ്ട് കേട്ടോ. മുമ്പിലാകെ ഒരു പല്ല് മാത്രമേ കണ്ടുള്ളൂ. കുഞ്ഞപ്പയാണെങ്കിൽ അത് കണ്ടിട്ട് നല്ല ചിരി. അവനെന്തോ സന്തോഷമായിരുന്നു ഈ വല്യമ്മനെ കണ്ടിട്ട്. ചായ കുടിച്ചാലുമേ ആർക്കും ഓരോരോ പിള്ളേര്. കാൻഷിൻ, നിന്റെ പേര് പറഞ്ഞു കൊടുക്ക് പാച്ചുട്ടാ. കണ്ണൻ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങിയപ്പോൾ ഞങ്ങൾ വേറൊരു സൂത്രം കൂടെ കണ്ടു. നല്ല മാതള നാരങ്ങയില്ലേ, നല്ല മടുപ്പുള്ള നാരങ്ങ. അതൊരു മരത്തിനിങ്ങനെ നിറച്ചും പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് നമ്മൾ ചോദിക്കാന്ന് വെച്ചപ്പോൾ അവിടെ ആരുമില്ല. അപ്പം അവരെവിടെയോ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ അത് ചോദിച്ചില്ല. നമ്മൾ വീണ്ടും നമ്മുടെ പള്ളിയാറിലേക്ക് വന്നു. എന്നിട്ടും ആരും എത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടികൾ എന്താണെന്ന് അറിയില്ല, ഭയങ്കര അച്ചടക്കത്തോടെ കൂടെ നിന്നു കേട്ടോ. അവർക്ക് ഇഷ്ടംപോലെ കളിക്കാനൊക്കെ സ്ഥലമുള്ളത് കൊണ്ടായിരിക്കും അവരെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വെച്ചാൽ അവരായിരിക്കും കച്ചറ ടീമെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ അമ്മാനെ കുറ്റം പറയാൻ പാടില്ല എന്ന് പറഞ്ഞത്. കാരണം അങ്ങനെ വായിച്ചിട്ടേ പരിയനെ കുഞ്ഞിന് പേര് പറഞ്ഞു കൊടുത്ത് പറയ്.
എന്റെ പേര് കാൻഷിൻ. ആ കുഞ്ഞിന്റെ പേര് പറഞ്ഞു കൊടുക്ക്. പാച്ചുട്ടൻ. മേമക്ക് ഒരു ഉമ്മതാ മോനെ. ഒരു ഉമ്മതാ. എനിക്കും ഉമ്മ തരാൻ പറഞ്ഞ ഫോണിനല്ല. ആ എല്ലാരും ഉമ്മതാ. അതാ പിന്നെ നമ്മൾ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം എല്ലാവരും എത്തിക്കഴിയുമ്പോൾ മീറ്റിങ്ങൊക്കെ നടന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് നമ്മൾ പിന്നെ പോവാണ്. കുറേ സമയം വന്നിട്ടപ്പോൾ പിന്നെ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. പോകുമ്പോൾ പിന്നെ കുറച്ച് നടന്നാൽ നമുക്ക് ഇവിടുന്ന് വണ്ടിയാക്കിയിട്ട് എന്തായാലും വീട്ടിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അടുത്ത് തന്നെ കുറച്ച് ദൂരം അപ്പുറത്ത് നമുക്ക് വേറെ കുറച്ച് ബന്ധുക്കളെ വീടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ട് അവിടെ പോയിട്ട് കുറച്ച് സമയം ഇരുന്നിട്ട് നമുക്ക് പിന്നെ വണ്ടിയാക്കിയിട്ട് നേരെ വീട്ടിൽ പോകാമല്ലോ അങ്ങനെ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോയി കേട്ടോ. അവിടുത്തെ ചർച്ചയൊക്കെ കഴിഞ്ഞ് നിന്നിട്ട് ബാക്കി ഞങ്ങൾ പെണ്ണുങ്ങൾ ഇവിടെ ഇരുന്നിട്ടായിരുന്നു കേട്ടോ ബാക്കി ചർച്ചയൊക്കെ. അപ്പോൾ കുറേ നാൾ കൂടിയിട്ട് എല്ലാവരും കൂടെ കാണുകയല്ലേ. അപ്പോൾ ഈ വീട് ഇപ്പോൾ മെയിൻ്റനൻസിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുമ്പ് ഞങ്ങൾ വരുമ്പോൾ ഇവിടെ ടൈൽസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ടൈൽസൊക്കെ ഇട്ടിട്ട് വേറെ എന്തൊക്കെയോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ചായ കുടിക്കുന്നതിന് മുമ്പ് കുഞ്ഞാപ്പി വേഗം ഉറങ്ങി കേട്ടോ. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ പാച്ചുട്ടനും സൈഡായി. പാച്ചുട്ടൻ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് എൻ്റെ മടിയിൽ നല്ലപോലെ കിടന്നുറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ സമയം വർത്താനമൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഒരു വണ്ടി വിളിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. വരുന്ന വഴിയിൽ കുഞ്ഞാപ്പി ഒന്ന് എണീറ്റു. പാച്ചോട്ടൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പോയിട്ട് വേണം നമുക്കിനി ഭക്ഷണമൊക്കെ കഴിക്കാൻ. ഞങ്ങളവിടെ പോയിട്ട് തറവാട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും ആമിയൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആമി ഞങ്ങൾ പോകുന്ന സമയത്ത് ഇല്ലായിരുന്നു, അവൾ അവളുടെ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവൾ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കൂട്ടിയില്ല. അവൾ നേരെ ഇങ്ങോട്ടാണ് കേട്ടോ വന്നത്. കാച്ചിൽ കിഴങ്ങാണ്. മാറി പോന്നെ അവിടുന്ന്. കുറച്ചേല്ലു. ഓ കളച്ച് വെച്ചിനാ. ദിയമോളെ നോക്കട്ടെ നിന്നെ. എന്തിന് നീ അങ്ങനെ വിചാരിക്കാൻ പോയേ? മാറ് മോനെ, ആടുന്ന് മാറ്. ടാസ്കായിട്ടുള്ള പണിയായിരിക്കും അല്ലേ? ടാസ്കായിട്ടില്ല പണി. ഇതൊരു ടാസ്ക് തന്നെയല്ലേ കുഞ്ഞൂട്ടാ, അല്ലേ? തന്നെ നടന്നതാ. ഇത് എത്രയും കിട്ടി നമുക്ക് കാച്ചില്. എല്ലാരും ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ കാറ്റിന് പറിക്കുവാണേ. നമ്മളെ കിടക്കുമ്പോ അവിടെ തന്നെ പിന്നെ അടുത്ത വർഷം ഒത്തിരിയാവും. കൂക്കാൻ പാടില്ല കുഞ്ഞൂട്ടാ.
എൻ്റെ ചേച്ചി, അമ്മ, അച്ഛൻ, ഇഷാൻ, ആമി, പിന്നെ കുഞ്ഞുട്ടൻ. ഇങ്ങനത്തെ കാര്യമൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നിച്ചുണ്ടാവും കേട്ടോ. ഞങ്ങളുടെ സൗണ്ടൊക്കെ കേട്ടിട്ട് താഴ്ന്ന അമ്മായിയും കൂടെ വരുന്നുണ്ട്. കാച്ചിൽ പറിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് കൂവയും കളിച്ച് ഞങ്ങൾ അതും കൂടെ കിട്ടിയിട്ടോ നമുക്ക്. ചേമ്പെല്ലാം ഉണ്ട്, പക്ഷെ ഇതൊന്നും ആയിട്ടുണ്ടാവില്ല അല്ലേ മേ? പൊളിക്കല്ല മോനെ, എടുത്ത് തരും മോനെ. അങ്ങനെ മണ്ണോടെയാ തിന്നുന്നേ. അതൊക്കെ കളക്കും, അതിനൊരു സ്ഥലം കൊടുക്കും. ഞങ്ങൾക്ക് കിട്ടിയ കാച്ചിലൊക്കെ നമ്മൾ ഒരു പാളയിലെടുത്ത് വെച്ചു കേട്ടോ. ആ പാള നമ്മൾ നേരത്തെ കണ്ടില്ല, രാവിലെ നമ്മൾ കുഞ്ഞാപ്പീനെ വണ്ടിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തില്ല, ആ പാളയാണ് കേട്ടോ. അപ്പോൾ ഈ പാളയിലാക്കാൻ കാരണം ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ 3 പേര് കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇവർ തന്നെ അത് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് പാള വണ്ടിയിൽ വലിച്ചുകൊണ്ടാണ് കേട്ടോ ഈ കാച്ചിലൊക്കെ കൊണ്ടുപോകുന്നത് വീട്ടിലേക്ക്. ഇത്രയും കാച്ചിൽ കിട്ടിയിട്ടോ ഞങ്ങൾക്ക്. ആ കാച്ചിൽ പോവാ. ആൾക്കാർ വന്നിട്ടുണ്ട്. അതെന്താ കൂവയാ? അതൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോഴാണ് അമ്മ പറഞ്ഞത് നമുക്ക് വേറെ കൂവ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കുറച്ച് കൂവ കിട്ടിയിട്ടോ നമുക്ക്. പിന്നെ നമുക്ക് വേറെ സ്ഥലത്ത് ചേമ്പുണ്ട്, അപ്പം അതും കൂടെ പറിച്ചെടുക്കണം. എല്ലാ സ്ഥലത്തും കൂടെ കുറച്ച് കുറച്ച് ഓരോരോ സാധനങ്ങളാണ് നട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് അച്ഛനും അമ്മയും കൂടെ അത് പറിച്ചു തരും. ഇന്ന് പിന്നെ എല്ലാവരും ഉണ്ട് വീട്ടിൽ, ഞങ്ങൾ 4 പെൺമക്കളും ഉണ്ട് കേട്ടോ വീട്ടിൽ. ഇല്ല അച്ഛാ, ഒന്നുമില്ലാന്ന് തോന്നുന്നു. അത്രല്ലാം ഉണ്ടാവും ആള്. പിന്നെ കൊണ്ടുപോയൊരു സാധനമാണ് നമ്മ നോക്കിയത്. നിനക്ക് കൊണ്ടുപോവാനാ? അല്ലെന്നേ പാത്രം ഇതാ ഇവിടെ. ചേമ്പ് ചേമ്പ് കളിച്ച് നിങ്ങൾക്ക് ഇത് കാണിക്കും സാധനം. ഉണ്ടച്ചാ? ആടുണ്ട്. എവിടെ പോയാലും സമാധാനം തരാത്ത കുട്ടി ഐറ്റംസ്. കത്തിയ സൈഡ് എനിക്കെന്താണെന്ന് അറിയില്ല, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. ഞാനിങ്ങനെ ഒരു സാധനവും നട്ടിട്ടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ മാളുവിന് ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് അമ്മയുടെ ആ ഒരു സ്വഭാവമാണ് തോന്നുന്നു കിട്ടിയത്. അവൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ പറിച്ചെടുത്തിട്ട് നമ്മൾ പിന്നെ നന്നാക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കിട്ടിയ കൂവ ഞങ്ങളെല്ലാവരും കൂടെ അപ്പം തന്നെ തൊലി കളഞ്ഞിട്ട് കഴിച്ചു. കൂവ പിന്നെ പച്ചയ്ക്ക് കഴിക്കുന്നതാണല്ലോ രസം. പുഴുങ്ങി കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് എനിക്കിഷ്ടമല്ല. ഇതാകുമ്പോൾ പച്ചക്കാകുമ്പോൾ ഒരു ഇളം മധുരമൊക്കെ കൂട്ടി അങ്ങനെ കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ കാച്ചിലൊക്കെ നന്നാക്കിയിട്ടുള്ള ബാക്കിയുള്ള പരിപാടിയിലേക്ക് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമല്ല, ചുറ്റിനും ആൾക്കാരുണ്ട്, പക്ഷെ ഒരാളും വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പം അതുകൊണ്ടാണ് അവരെയൊന്നും കാണിക്കാത്തത്. അപ്പം ഇനി വേറൊരു വീഡിയോയിൽ വരുമ്പോൾ ഇനി അവരൊക്കെ വീട്ടുകാരൊക്കെ എന്തായാലും ഞാൻ കാണിക്കും കേട്ടോ. ഇതാണ് കേട്ടോ കൂവക്കിഴങ്ങ്. അപ്പോൾ നമ്മളിതിൻ്റെ ആ തൊലി കളഞ്ഞിട്ട് അത് പൊളിച്ചിട്ടാണ് ഇങ്ങനെ കഴിക്കുക. അപ്പോൾ ചിലവരൊക്കെ കഴിച്ചിട്ടുണ്ടാവും, ചിലവർക്ക് ഇത് അറിയില്ല എന്ന് തോന്നുന്നു. എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനൊന്നും ഇതങ്ങനെ അറിയില്ല, കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ കഴിച്ചിട്ടൊന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത്. പുറം ലോകം അറിയാൻ പാടില്ല. യൂട്യൂബ് ചാനൽ ഇട്ടോ, ഇതാരും കാണാൻ. ഇപ്പോഴും ഇതൊക്കെ കഴിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെയാണ്. നമ്മൾ പണ്ടൊക്കെയാണ് നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാനൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ നമ്മുടെ എല്ലാ വീട്ടിലും ഇങ്ങനെ കൃഷിയൊന്നും ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ കിട്ടാനൊന്നും ഇല്ലല്ലോ.
എന്തെങ്കിലും പണിയെടുക്കുന്നുണ്ടെന്ന് അറിയണ്ടല്ലേ. അങ്ങനെ നമ്മളെല്ലാം കൂടെ റെഡിയാക്കാണ് കേട്ടോ. എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് വേഗം തന്നെ പിന്നെ പണിയെടുക്കാനും നല്ല ഇൻട്രസ്റ്റാണ് എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട്. നമുക്ക് കിട്ടിയ കാച്ചിലും പിന്നെ കുറച്ച് ചേമ്പൊക്കെ ഉണ്ടായിരുന്നില്ലേ, അപ്പം അതൊക്കെ എടുത്തിട്ട് നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് പുഴുങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ കഴുകുന്നത് എൻ്റെ അമ്മയാണ്. അമ്മയോടും വീഡിയോയിലൊരു മുഖം കാണിക്കാൻ പറഞ്ഞാൽ അമ്മയ്ക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഈ കോലത്തിലൊന്നും കാണിക്കണ്ടെന്നാണ് അമ്മ പറയുന്നത്. ണ്ടല്ലോ ഇതെന്ത് കളി മോനെ? അമ്പല? ഇത് ഏത് ദൈവം? പുളിയൻ ദൈവ. പുളിയൻ ദൈവത്തിന് അമ്പലമുണ്ടോ? കാച്ചിലടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് കാന്താരി വേണ്ടേ. അപ്പം അങ്ങനെ കാന്താരി പറിക്കാൻ വേണ്ടിയിട്ട് ഞാനും മാളും കൂടെ പോയിട്ടോ. കുറച്ച് കാന്താരി നമ്മൾ ഇതിൽ നിന്ന് കിട്ടി, അത്യാവശ്യം നല്ലോണം കിട്ടി. പക്ഷേ ഇത് കുഞ്ഞി കാന്താരിയാണ്, നല്ല എരിവുള്ള പച്ച കളറുള്ള കുഞ്ഞി കാന്താരിയാണ് കേട്ടോ. അങ്ങനെ ഇതിൽ നിന്ന് കിട്ടിയ കുറച്ച് നമ്മളെടുത്തപ്പോൾ എല്ലാവരും ഉള്ളത് കൊണ്ട് കുറച്ചധികം തന്നെ ചമ്മന്തി വേണ്ടേ. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് പറിച്ചു. പിന്നെ നമ്മുടെ താഴെ ഭാഗത്ത് ഒരു തൈ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് കുറച്ച് അതിലങ്ങനെ ഉണ്ടായിരുന്നില്ല, എന്നാലും അതിൽ നിന്ന് കുറച്ചെടുത്തു. പിന്നെ കുറച്ച് വലിയ കാന്താരി മുളക് ഉണ്ടായിരുന്നു കേട്ടോ. അത് 2-3 ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതും കൂടെ നമ്മൾ പറിച്ചെടുത്തു കേട്ടോ. അതും കൂടെ പറിച്ചെടുത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കി. ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്ന മാളുമാണ്. മാളുവിന് ഞങ്ങൾ സോപ്പിട്ടിട്ട് അങ്ങനത്തെ പണിയൊക്കെ മാളുവിന് കൊടുക്കും. നീ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവളത് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം വിട്ടു കേട്ടോ. ഇവിടെ എല്ലാ ദിവസമല്ല, ഓരോ ദിവസം ഇടവിട്ടിട്ടായിരിക്കും ഇവിടെ വെള്ളം കിട്ടുക. പിന്നെ നമുക്ക് വൈകുന്നേരം വെള്ളം ഉണ്ടായിരുന്നു, അതൊക്കെ പിടിച്ച് വെച്ചിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോഴാണ് കേട്ടോ നമ്മളിത് കഴിക്കാൻ വേണ്ടി ഇരുന്നത്. എല്ലാവരും ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കട്ടൻ ചായയും പിന്നെ നമ്മുടെ കാച്ചിൽ, ചമ്മന്തി അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ നല്ലപോലെ കഴിച്ചു കേട്ടോ. പൊതുവേ ഞാൻ കുറേ കാച്ചിലൊന്നും കഴിക്കാറില്ല, പക്ഷെ ഇന്ന് എന്തോന്നറിയില്ല ഞാൻ കുറേ കഴിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഉള്ളത് കൊണ്ടായിരിക്കാം, വർത്താനമൊക്കെ പറഞ്ഞ് കഴിക്കുന്നത് കൊണ്ടായിരിക്കാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ. പൂക്കാലം വന്നു പൂക്കാലം, തേനുണ്ടോ തുള്ളിത്തേനുണ്ടോ, പൂത്തുമ്പി ചെല്ല പൂത്തുമ്പി